സുരേഷ് മേപ്പാടിയാണ് സംസാരിക്കുന്നത്. മേപ്പാടിയുള്ള ഐസ് സ്പോട്ട്. ഐസ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഐസിന്റെ സ്പോട്ടാണ്. ഐസിന്റെ പോട്ട് മാത്രമല്ല, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനെ എവറി ഐറ്റം ഈ കടയിൽ നിങ്ങൾ കയറിയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ചവിട്ടി ഐസ് സ്പോട്ട് എവിടെയാണ് നോക്കുക, അവിടെയാണ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സൈക്കിൾ കട കാണാം, ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം. അത് കണ്ട അടുത്ത ഷോപ്പ് ഐസ് സ്പോട്ടാണ്. ഐസിന്റെ സ്പോട്ടിന്റെ ഐസ് ഇതല്ലോ, ഇതല്ലാണ്ട് ഇവര് സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം സാധനങ്ങള് ഇവരുണ്ടാക്കുന്നുണ്ട്. അത് വേറെ വെറൈറ്റി ഐറ്റം കേട്ടോ. അതൊക്കെ ഭയങ്കര സാധനമാണ്. അപ്പൊ കണ്ടോ, ഇതാണ് ഐസ് ബോട്ട്. ഓ, ഇവരെ സ്പെഷ്യൽ ഐസ് കേട്ടോ. മാങ്ങ നെല്ലിക്ക, മാങ്ങ നോക്കാം. വലിയ പീസൊന്നും കഴിക്കാൻ പറ്റില്ല, ചെറിയ ഇതാ മാങ്ങ. മാങ്ങ പല വെറൈറ്റി ഐറ്റം മാങ്ങയാണിത് കണ്ടോ. മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാക്കില് വെള്ളം വരും. ഐസ് ബോട്ടിൽ വരുമ്പോ ഇവരെ സ്പെഷ്യൽ അച്ചാറ്, സ്പെഷ്യൽ അച്ചാറാണിത്. ഈ സ്പെഷ്യൽ അച്ചാറ് ഈ മാങ്ങയും കണ്ടോ. ഭയങ്കര ടേസ്റ്റാ. മറക്കണ്ട, മേപ്പാടി ഐസ് സ്പോട്ട്. ഐസ് സ്പോട്ട് പോലീസ് സ്റ്റേഷന്റെ അവിടെ തന്നെ ചവിട്ടി വരുന്നുണ്ട്. തെരഞ്ഞ് ചോദിച്ച് വിളിച്ചു വാങ്ങും, വിളിച്ച് തെരഞ്ഞു വന്ന് കഴിക്കും കേട്ടോ. ഓക്കെ, ഐസും വാങ്ങയും ഭയങ്കര ഇത് ഇതിന് പ്രത്യേക ഒരു കോമ്പിനേഷൻ ആട്ടോ. ഇത് തിന്നിട്ടില്ലെങ്കിൽ നഷ്ട. കുട്ടികളെ മറക്കരുത്, നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങളെ നാക്കിന്റെ രുചിയെ അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. അച്ചാറാ. ഈ അച്ചാറ് കഴിക്കാൻ തന്നെ ഐസ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അച്ചാറ്, ഐസും അച്ചാറും ഭയങ്കര കോമ്പിനേഷനാ. എന്താ പറയുക, ഇതിന്റെ പ്രത്യേക സുഖം വേറെ തന്നെയാണ്. ഐസ് സ്പോട്ട് തെരഞ്ഞ് വന്നിട്ട് ചോദിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ വയനാട്ടിൽ വരുന്നവർക്ക് നഷ്ടമാണ്. ഇത് ചെറിയ സ്ഥാപനം കേട്ടോ, പാവപ്പെട്ട സ്ഥാപനമാണ്. അവനെ നിങ്ങൾ